ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള നാടകീയമായ രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ VK പ്രശാന്ത് MLA ഓഫീസ് മാറുന്നു. വാർഡ് കൗൺസിലർ R ശ്രീലേഖയുമായുള്ള പോരുമുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാൻ MLA തീരുമാനിച്ചു. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ലെന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അതായത് VK പ്രശാന്തിനോട് പിണറായി പറഞ്ഞു, ശ്രീലേഖയോട് മുട്ടിയാൽ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് 8 നിലയിൽ CPM പൊട്ടും. അതുകൊണ്ട് മിണ്ടാതെ വായും അടക്കിപ്പിടിച്ച് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. ഇനി മാറിയില്ലെങ്കിലോ ഓരോന്നായി ശ്രീലേഖ പുറത്തു കൊണ്ടുവരും. ഓരോ അഴിമതികളായി, അതായത് MLA നടത്തിയ ഓരോ അഴിമതികളും ഒന്നൊന്നായി എണ്ണി ശ്രീലേഖ പുറത്തു കൊണ്ടുവരും. മാധ്യമങ്ങളുടെ മുന്നിൽ ആളാവാൻ പോയ VK പ്രശാന്തിന്റെ അവസ്ഥ കണ്ട് ഇപ്പോ കമ്മികൾ വരെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാക്കാതിരിക്കാനാണ് VK പ്രശാന്തിന്റെ നീക്കം. ഇത് ചർച്ചയാക്കാതിരിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുമുണ്ടോ? ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇത് രാഷ്ട്രീയ അഹങ്കാരമെന്ന നിലപാടായിരുന്നു പ്രശാന്തിന്. എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ലെന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണെന്നുമാണ് ശ്രീലേഖ വിശദീകരിച്ചത്. തർക്കം മുറുകുന്നതിനിടെ MLA ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ശ്രീലേഖ MLAക്ക് മുകളിൽ താനാണെന്ന സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്ന ആക്ഷേപം ഉയർന്നു. ഇതിനു പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തുവന്നു. ഇത് ഇടത് സർക്കാരിന് തിരിച്ചടിയായി. കോൺഗ്രസും പ്രശാന്തിനെതിരെ നിലപാടെടുത്തു. വിവാദങ്ങൾക്കില്ല, വികസനത്തിനാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന നിലപാടിലേക്കാണ് VK പ്രശാന്ത് മാറിയത്. അങ്ങനെയല്ല, ശ്രീലേഖ മാറ്റിയത്. ഇപ്പോഴാണ് പ്രശാന്തിന് ബുദ്ധി ഉദിച്ചത്. വികസനമാണ്, അഴിമതിക്കല്ല ജനങ്ങൾ പ്രശാന്തിനെ എടുത്തത്. 100 കണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുതൻകുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞു. തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായാണ് പ്രശാന്തിന്റെ ആരോപണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 5 വർഷം മരുതൻകുഴിയിലെ ഓഫീസിലേക്ക് പ്രശാന്തിന് മാറാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. എന്നിട്ട് മാറാതെ ഈ 5 വർഷത്തിന് ഇനി 3 മാസമേ തിരഞ്ഞെടുപ്പിനുള്ളൂ. 3 മാസത്തിനുള്ളിൽ മാറണമെങ്കിൽ പ്രശാന്തിനറിയാം ചെയ്തു കൂട്ടിയ അഴിമതികൾ എത്രയൊക്കെ വലുതാണെന്ന്. അത് പുറത്തു വന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേയറായിരുന്ന ബ്രോ ഇപ്പോൾ MLA ബ്രോ 8 നിലയിൽ പൊട്ടി താഴെ വീഴും. അത് മുൻകൂട്ടി പ്രശാന്ത് കണ്ടില്ലെങ്കിലും പിണറായി വിജയൻ കണ്ടു. എന്നിട്ട് വിളിച്ച് MLAയുടെ നെഞ്ചത്ത് താണ്ഡവമാടി. അങ്ങനെയാണ് MLA അവസാനം ഒഴിഞ്ഞു പോകാൻ തയ്യാറായത്. തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തും സ്വന്തം പാർട്ടിയിലെ തന്നെ കൗൺസിലറും തമ്മിലുണ്ടായ ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. BJP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. പ്രശാന്തും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റുന്നതും ചർച്ചകളിലുണ്ട്. ഇതിനിടെയാണ് ഓഫീസ് ഒഴിയാൻ പ്രശാന്തിന് CPM നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയത്. VK പ്രശാന്തും R ശ്രീലേഖയും തമ്മിലുള്ള ഓഫീസ് തർക്കം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ഒരു ട്രെയിലറായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണ്ടത്. വാടക ഇനത്തിൽ 872 രൂപ മാത്രം നൽകുന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പ്രശാന്തിന്റെ ക്ലീൻ ഇമേജിനെ മങ്ങലേൽപ്പിക്കാൻ BJP ആയുധമാക്കി. എന്നാൽ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന പ്രശാന്തിനെതിരെ അതേ ശൈലിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ ആലോചന. തുടക്കത്തിൽ കടുത്ത നിലപാടെടുത്ത VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ CPM തന്നെ നിർദ്ദേശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വാടക വിവാദവും പെണ്ണൊരുമയും കൗൺസിലറുമായുള്ള തർക്കം വട്ടിയൂർക്കാവിൽ വിപരീത ഫലം ചെയ്യുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു. പ്രശാന്ത് സ്വന്തം നാടായ കഴക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന ചർച്ചകൾ ശക്തമാണ്. നിലവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെ വിജയമുറപ്പിക്കാൻ മേയർ ബ്രോ എന്ന പ്രതിച്ഛായുള്ള പ്രശാന്തിനെ പാർട്ടി കൊണ്ടുവന്നേക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം, ശ്രീലേഖ ജയിച്ച് കൗൺസിലർ ആയതിനു ശേഷം അവരുടെ ഓഫീസിൽ ഭാരതാംബയുടെ ചിത്രം വച്ച് വിളക്കൊക്കെ കൊളുത്തിയാണ് അവരവിടെ തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. മാത്രമല്ല, ഇതുവരെ MLA ഓഫീസ് എങ്ങനെയാണ് കിടന്നതെന്നും MLA ഓഫീസിന്റെ പുറത്തുള്ള കാഴ്ചകളുമൊക്കെ അവർ കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചു. മാത്രമല്ല,
തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ശാസ്തമംഗലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഭാഗമാണ് ഈ ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഓരോരുത്തരും ഓരോ ബിസിനസ് നടത്തുന്നവർ ഒരുപക്ഷെ വാടകയായി 20,000, 25,000, 30,000 കൊടുക്കുന്നിടത്താണ് വെറും 872 രൂപ, അതും ബാക്കി 24,000 രൂപ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട്, ജനങ്ങളുടെ നികുതി പണം സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് അതിൽ നിന്ന് 872 രൂപ മാത്രമാണ് കോർപ്പറേഷന് വാടക ഇനത്തിൽ നൽകിയിരുന്നത്. ഇത് മേയർ ഊട്ടിയുടെ ഒരു സ്നേഹമാണ് എന്നുള്ളത്, അതായത് ചേട്ടൻ ബ്രോയ്ക്ക് മേയർ ഊട്ടി കനിഞ്ഞു നൽകിയ ഒരു സ്നേഹ സമ്മാനമായിരുന്നു 872 രൂപ. സാധാരണക്കാരൻ ഒരുപാട് പണം കൊടുത്ത്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 25,000, 30,000 രൂപയൊക്കെ കൊടുത്താണ് അവിടെ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് തന്റെ ബിസിനസ് എല്ലാ ബാധ്യതകളും കടങ്ങളും ലോണുകളും എടുത്തുകൊണ്ട് ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ബിസിനസ് ആരംഭിക്കുന്നത്. അതിൽ നിന്ന് ലാഭം കിട്ടാൻ ഒരുപക്ഷെ 1-2 വർഷങ്ങളൊക്കെ എടുക്കും. ഈ 1-2 വർഷങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്താണ് ഈ വാടക കൊടുക്കുന്നത്, ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിക്കുന്നത് വരെ. അങ്ങനെ സാധാരണക്കാരൻ നിൽക്കുന്നിടത്താണ് ആലോചിച്ച് നോക്കണം, ഈ വി കെ പ്രശാന്തിനെ പോലുള്ള മേയർമാർ അവർക്ക് അലവൻസ് അടക്കം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുത്തിട്ടും അതിനെ സ്വന്തം പോക്കറ്റിലാക്കി ഏകദേശം 14 ലക്ഷം രൂപയോളം ഉണ്ട്. സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് ഒന്നും അറിയില്ല രാമനാരായണ, ശ്രീലേഖ IPS മാധ്യമങ്ങളുടെ മുന്നിൽ BJP ആയതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ അങ്ങ് തേജോവധം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. താൻ മേയർ ബ്രോയാണ്, ക്ലീൻ ഇമേജ് ഉള്ള പിന്നെ മേയർ ആയിരുന്നു, MLA ആണ്, അതുകൊണ്ട് താൻ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുമെന്നൊക്കെ കരുതി. പക്ഷേ ഇത് BJP പ്രവർത്തക മാത്രമല്ല, അല്ലെങ്കിൽ BJPയുടെ ഒരു നേതാവ് മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP കൂടിയായിരുന്നു. അവർക്കറിയാം എങ്ങനെ കളിക്കണം, അതെങ്ങനെ നിൽക്കണം, എന്ത് തന്ത്രം മെനയണം. അവരൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇവിടുത്തെ കുറെ ഇടത് മാപ്രകൾ, ഇടത് സമീപനമുള്ള കുറെ മാപ്രകൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയും പിന്നെ ശ്രീലേഖയ്ക്ക് അസംതൃപ്തിയാണ്, ശ്രീലേഖ BJP വിടുന്നു, ശ്രീലേഖ ഇനി ഇല്ല, അതാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കെട്ടഴിച്ച് വിടാൻ തുടങ്ങി. അവർ കണക്കിന് കൊടുത്തു എന്നുള്ളതാണ്. സാധാരണ രാഷ്ട്രീയക്കാരോട് കളിക്കുന്നത് പോലെ ഒരു ഉന്നത പദവിയിലിരുന്ന് ഇറങ്ങി വന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തോട് കളിക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോ പ്രശാന്തിന് കാര്യങ്ങൾ മനസ്സിലായി. പ്രശാന്തിന് കാര്യങ്ങൾ മനസ്സിലായതല്ല, പ്രശാന്തിനെ വിളിച്ച് ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് മുഖ്യൻ. വട്ടിയൂർക്കാവും കോർപ്പറേഷൻ മേയർ കൊണ്ട് കളഞ്ഞതുപോലെ ഇനി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലവും BJPക്ക് ഇരു കൈയും നീട്ടി കൊണ്ടു കൊടുക്കുമോ എന്ന് ചോദിച്ചതോടുകൂടി ഭയന്ന് വിറച്ചിരിക്കുകയാണ് വി കെ പ്രശാന്ത്. ഈ കടക്ക് പുറത്തെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ അതേ ധാർഷ്ട്യത്തോടെ പ്രശാന്തിന്റെ നെഞ്ചത്ത് താണ്ഡവമാടി മുഖ്യൻ പറഞ്ഞു, ഇപ്പൊ ഇറങ്ങിക്കോളണം അവിടെ നിന്ന്, എന്നിട്ട് വേറെ ഓഫീസ് കണ്ടെത്തിക്കൊള്ളണം. അതോടുകൂടി പ്രശാന്ത് വായും പൊത്തി അവിടെ നിന്ന് ഒഴിയുകയാണ്. എന്തായാലും പ്രശാന്തിന്റെ അമിത ആത്മവിശ്വാസമാണോ എന്നറിയില്ല. ഇനിയും താൻ തന്നെ ഇവിടെ MLA ആകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓഫീസ് എടുത്താൽ അത് പാഴാകില്ല എന്നൊക്കെയുള്ള അമിത ആത്മവിശ്വാസമാണോ എന്നറിയില്ല. എന്തായാലും പ്രശാന്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, പ്രശാന്തിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയാം.